പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മണ്ഡലങ്ങളിലൂടെ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക അഭിമുഖ പരിപാടി കാൻഡിറ്റോക്കിൽ എന്നോടൊപ്പം അതിഥിയായി ചേരുകയാണ് പാലായുടെ ജനനായകൻ ശ്രീ ജോസ് കെ മാണി. സ്വാഗതം. നമുക്കറിയാം, ഈ ഏപ്രിൽ 9 ജനങ്ങൾ വിധി എഴുതാൻ പോകുമ്പോൾ ഒരു പ്രത്യേക കാര്യമാണ്. മാണി സാറിൻ്റെ ഓർമ്മ ദിനമാണ്. ഞാനൊക്കെ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ 7ാം ക്ലാസ് തൊട്ട് എം മാണി സാറിൻ്റെ പൈലറ്റ് വണ്ടിയുടെ അനൗൺസറായി പോകുമായിരുന്നു. 2 ഇതളൊക്കെ എൻ്റെ കൈകളിലേന്തിയ ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണും? തെരഞ്ഞെടുപ്പ് ആവേശകരമായ ഒരു പ്രതികരണമാണ് LDFിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ താങ്കൾ പറഞ്ഞ പോലെ ഏപ്രിൽ 9 ഒരു പ്രത്യേക ദിവസമാണ്. അച്ചാച്ചൻ ഈ നാടിനോട് വിട പറഞ്ഞിരിക്കുന്ന ദിവസം. ആ ഒരു വൈകാരികമായ ബന്ധം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇങ്ങനെയാണ് പോരാത്. നമുക്കറിയാം, 7 വർഷക്കാലമായി ഈ പറയുന്ന പ്രദേശങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ വളരെയധികം എത്തിയിരിക്കുന്നുള്ളതാണ്. പക്ഷെ പാലാ കഴിഞ്ഞ 50 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് അത് ലോകത്തുള്ള മലയാളികൾക്ക് അടയാളപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ കഴിയും ഇതൊരു വികസന മാതൃക. അതിലേക്കാണ് സാറേ ഞാൻ വരുന്നത്. പാലായുടെ MLA പറയുന്നത് ഇവിടെ വികസനം മുരടിപ്പാണ്. സഭയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ അത് എന്താണെന്ന് കൃത്യമായിട്ടാവും. ഞാൻ ആരോഗ്യപ്പെടുത്താത്ത പ്രതിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളെ പ്രിയവുമെന്ന് നമ്മളാണ് പറഞ്ഞുകൊണ്ട് വികസനം നടക്കുന്നു. ഒരു തരത്തിൽ മാത്രം വികസനം നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രയോ വലിയ ആളാണെങ്കിലും ഞാൻ അത്രയും വലിയ ചെറിയൊരാളാണ്. എനിക്ക് തോന്നുന്നു സാറിന് ഒരു ശുഭസൂചനയാണെന്ന് തോന്നുന്നു. നമ്മുടെ മാണി സാറിന്റെ ഓർമ്മ ദിനത്തിൽ ഈ വോട്ടെടുപ്പ് വന്നു. അതിന്റെ കാരണം ഇതാണ്: മരങ്ങാട്ടുപള്ളിയിൽ കേരള കോൺഗ്രസിന്റെ കൊടി പിടിച്ചുയർത്തി പിന്നീട് കേരള രാഷ്ട്രീയം തന്റെ കൈവിരൽ തുമ്പിൽ കമാൻഡ് ചെയ്ത കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ, പാലായുടെ പൊന്നോമനപുത്രൻ, അധ്വാന വർഗത്തിന്റെ പടത്തലവൻ, ജനാധിപത്യ ചേരിയുടെ പടത്തലവൻ, ഇതൊക്കെയായിരുന്നു KM മാണി സാർ എന്ന ജനനായകൻ നമ്മെ വിട്ടുപോയിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ ദിനത്തിൽ തന്നെ പാലായിലെ വോട്ടർമാർ വിധി എഴുതാൻ പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ശുഭസൂചന. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, സമയമില്ലാത്തവിടെ. ത്രികോണ പോരാട്ടത്തിലാണ്, അത് നമുക്ക് അനുകൂലമായി മാറുമോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 9 ഞാൻ കാണുന്നത് ഒരു നിമിത്തമായി പ്രത്യേകിച്ച് ഒരു പ്രത്യേക ദിവസമായിട്ടാണ്. അന്ന് നമുക്ക് നഷ്ടപ്പെട്ട പാലായുടെ പ്രധാനപ്പെട്ട വികസനം മാത്രമല്ല, പലതരത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നമുണ്ട്. ഇതെല്ലാം നമുക്ക് തിരിച്ച് കാലത്തിലേക്ക് നമ്മുടെ സുവർണ്ണ കാലത്തേക്ക് നൽകാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിച്ചാൽ ഉത്തരം ത്രികോണം എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ത്രികോണമാണ്. മത്സരം നടക്കുന്നത് ചെറിയൊരു 2 കാര്യങ്ങൾ കൂടെ. സാർ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ഓർക്കുകയാണ്, സാർ ഓർക്കുന്നുണ്ട്, നമ്മളവിടെ IIIT ഡോക്യുമെന്ററി എത്ര പേരാണ് ഇത് കണ്ടത്? സാർ എപ്പോഴും പ്രസംഗത്തിൽ പറയാം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കാണാം. IIIT കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒത്തിരി സയൻസ് സിറ്റി, ഈ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറണമെന്ന് പാലായിലെ ജനങ്ങൾ കരുതണം. ഈ വികസന പ്രവർത്തനങ്ങൾ സാർ ഈ പ്രചരണത്തിനിടെ സാധാരണ ജനങ്ങളിലേക്കും മറ്റാളുകളിലേക്കും ഒക്കെ എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് അവർ അതിന്റെ പ്രയോജനം അനുഭവിക്കുകയാണ്. കരൂർ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ യുവാർക്ക് കുട്ടികൾ പഠിക്കുന്ന മാത്രമാണ്. അതിന്റെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം ജോലിയായി, വരുമാന മാർഗമായി, ആ രീതിയിൽ അതിന്റെ വ്യാപാരങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങൾ UDFിനെ വഞ്ചിച്ചിട്ട് പോയതാണെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അതല്ല, ബെന്നി ബെഹ്റാനല്ലേ നിങ്ങളെ പുറത്താക്കിയത്? സത്യമല്ലേ? കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ജോസ് കെ മാണി വിഭാഗം ഇനി UDF തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് പുറത്താക്കിയത്. അതാണ് നമ്മുടെ LDFിന്റെ ഭാഗമായത് അവർ ചേർത്ത്. ഏതൊക്കെയാലും ഇത് മസ്റ്റ് വിൻ ഗെയിമാണ്. പാലായുടെ പ്രിയങ്കരനായ LDFിന്റെ സ്ഥാനാർത്ഥി ശ്രീ ജോസ് കെ മാണിയാണ് വാർത്താമലയാളം ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. സാറിന് ഈ തിരക്കിനിടയിലും വാർത്താമലയാളം ന്യൂസിനോടൊപ്പം ചേർന്ന് പ്രതികരിച്ചതിനും എല്ലാവിധ നന്ദിയും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു സർ. കൂടുതൽ വാർത്തകൾക്കായി വാർത്താമലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.